വാടാ. എവിടെടാ പോയെ? എവിടെ പോയെന്ന്? ചുറ്റും 12 കിലോമീറ്റർ പാറയാ. ഇവിടെ നിനക്ക് എവിടെ നിന്നാടാ പേരയ്ക്ക് കിട്ടിയത്? സത്യം പറ, എവിടെ പോയെന്ന്? ഈ കൊച്ചി രാജ്യയിലുള്ള പേടിയൊക്കെ പോയോ? ആ കോട്ടവാസ് ഇവിടെ വന്ന് ഏതോ ശിവദാസന്റെ മോൻ ക്വാറിയിലുണ്ടെന്ന് പറഞ്ഞ് ക്യാമറ വെച്ച് കളിയാക്കിയത് കൊണ്ടാ ഈ കൊച്ചു പയ്യൻ എവിടെ പോയെന്ന് ചോദിച്ചപ്പോ പേരയ്ക്ക പറിക്കാൻ പോയതെന്ന് പറഞ്ഞത്. എന്നെ പറ്റിക്കുന്നോ? എന്താ വേലിറക്കുന്നോ? ഇവൻ എവിടെ പോയതെന്ന് പറയുന്നവരെ ഇവിടെ തന്നെ കിടക്കണം. ഞാൻ അറിയാതെ ആരെങ്കിലും സംരക്ഷിച്ചാൽ നിങ്ങളുടെ മക്കൾക്കും ഇതേ ഗതി. ഇത് സാധാരണ വാക്കല്ല, ഈ കൊച്ചി രാജയുടെ വാക്കാണ്. ആരെങ്കിലും ഇത് തെറ്റിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ കൊന്നു കുഴിച്ചു മൂടും. മോനെ, എവിടെ പോയി ഇവൻ? ഉച്ചയ്ക്ക് കഴിക്കാൻ പോലും വന്നില്ലല്ലോ. ഇവന് വിശക്കില്ലേ? മോനെ, എവിടെയാടാ? ഇവിടെ വാ, ചേച്ചിയെ വിളിക്കുന്നേ. ഇവിടെ ഒന്നും ആരുമില്ലേ. അവൻ എവിടെ പോയി? മോനെ, എന്റെ ദൈവമേ. ചേട്ടാ, മോനെ എവിടെയെങ്കിലും കണ്ടോ? അവനെ കണ്ട ഇങ്ങോട്ടൊന്ന് വരാൻ പറ. മോനെ, ഇവൻ എവിടെ പോയിട്ട് വരുമായിരുന്നു വേണു. കൊച്ചി രാജാവിനെ തടഞ്ഞു നിർത്തി വെരട്ടി ചോദിച്ചു. ഇവൻ ഒന്നും പറഞ്ഞില്ല. കയ്യിലിരുന്ന് ഇരുമ്പ് വടി കൊണ്ട് ഇവന്റെ തലയിൽ അടിച്ചടാ. വേണ്ട വേണു. എത്ര പ്രാവശ്യം ചോദിച്ചാ കൊച്ചി രാജ എവിടെ പോയെന്ന് വാ തുറന്നങ്ങ് പറഞ്ഞാ പോരെ? അതവന്റെ തലയെഴുത്തറ. വേണു, വേണ്ടടാ വേണു, വേണ്ട. ഇത് ചോദിക്കാൻ പോയാ അവൻ കൊന്നുകളയും. വാടാ, വാ പോ. എത്ര പ്രാവശ്യം പറഞ്ഞടാ, ചെവി കേട്ടൂടാ നിനക്ക്? നിനക്കൊക്കെ ചാവാൻ ഭയം, എനിക്കതില്ല. ശിവദാസ് മാമൻ ജയിലിൽ വെച്ച് ഞാൻ കണ്ടു ഏട്ടാ. എന്നെ വിരട്ടിയിട്ടും ഞാൻ പറഞ്ഞില്ല ഏട്ടാ. കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോടാ. വേഗം ആശുപത്രിയിലോട്ട് കൊണ്ടുപോടാ. എന്താടാ നോക്കുന്നേ? നീ അടിച്ച വാങ്ങാൻ ഞാൻ നിങ്ങളുടെ മുരുകേശനല്ല.
ശിവദാസന്റെ മകൻ വേണു. വേണുഗോപാൽ. അദ്ദേഹം പറഞ്ഞ പോലെ നടന്നു അല്ലേ? ഉണ്ടായാലും ഇതുപോലൊരു മോനുണ്ടാവണം അവിടെ. ഈ ജനങ്ങൾക്ക് വേണ്ടി കൊച്ചി രാജയെ കൊന്ന് നിന്റെ അച്ഛൻ പറഞ്ഞ വാക്ക് നീ പാലിച്ചു. എന്നാൽ കോട്ടവാസുവിന്റെ കയ്യിൽ നിന്ന് നിന്റെ അച്ഛൻ എങ്ങനെ രക്ഷിക്കും? അച്ഛൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അച്ഛനെ കൊണ്ടേ വരൂ. നിങ്ങൾ ഇവിടെയുള്ള ജനങ്ങളെ കൂട്ടി പുറപ്പെടാൻ നോക്ക്. നീ ശിവദാസന്റെ മോനാ. നീ എവിടെ തിരിഞ്ഞാലും നിന്റെ അച്ഛനെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കോട്ടവാസു നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ലടാ. അയാളെ പറ്റി നിനക്കറിയില്ല. ഒരു നിമിഷത്തിൽ അയാൾ 3 തല വെട്ടി താഴെയിടും. ഇത്രയും നാൾ കൊണ്ട് എത്ര തല അയാൾ വെട്ടിയിട്ടുണ്ടെന്ന് കണക്കില്ലടാ. നിന്റെ ആളുകൾ അവിടെ ചാവാൻ പോകുന്നടാ. നീ ഇവിടെ അവരെ പിടിച്ചകത്തിടാ. എല്ലാവരും ബസ്സിൽ കയറ്റ്. വേഗമാവട്ടെ. ഒരുത്തൻ പോലും മിസ്സാവരുത്. എല്ലാവരും കയറ്റടാ. എന്താടാ നിങ്ങളുടെ നേതാവ് ശിവദാസനെ അകത്താക്കിയപ്പം എല്ലാവർക്കും പേടിയായിരുന്നു. ഇപ്പൊ അവന്റെ മകൻ വന്നപ്പോ എല്ലാവർക്കും കൊമ്പ് മുളച്ചോടാ. എല്ലാവരും ബസ്സിൽ കയറ്റ്. വെറുതെ കിടന്ന് കരയാതെ എങ്ങനെ വിടാനാ? എന്തെങ്കിലും ചെയ്യുമ്പോ ആലോചിക്കണ്ടേ? അന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടോ? ഇപ്പൊ ശിവദാസന് മോൻ രക്ഷപ്പെട്ടു പോയി. ഇപ്പൊ ചതിക്കപ്പെട്ടാരാ? നിങ്ങളല്ലേ? അനുഭവിക്ക്. ഞാൻ കോട്ടവാസുവിന്റെ ആളാ. ആ പോ 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 പോ. അവിടെ ഒരുത്ത അടിച്ചിട്ട് ഓടുന്നടാ. പോ പോ. ഞാൻ കോട്ടവാസുവിന്റെ ആളാ. ഞാൻ കോട്ടവാസുവിന്റെ ആളാ. കോട്ടവാസു എന്ന് പറഞ്ഞാ വെറുതെയാ. എല്ലാരും കേട്ട് എല്ലാരും കേട്ട് എല്ലാരും കേട്ട്. പേടിക്കണ്ട, ഒന്നും പറ്റില്ല. കുറച്ചു നേരം ശബ്ദം ഉണ്ടാക്കാതെ ഇവിടെ തന്നെ ഇരിക്കും. ശിവദാസന്റെ മോൻ വന്നോടാ. ഇത് കോട്ടവാസുവിന്റെ കോട്ടയടാ, കൊച്ചി. ഇവിടെ ശിവദാസന്റെ മോൻ വന്ന് എന്ത് ചെയ്യാനാടാ? എല്ലാരെയും പിടിച്ചു കയറ്റ്. എന്താടാ വിചാരിച്ചേ? ഇത് കോട്ടവാസുവിന്റെ കോട്ടയടാ. തലതെറിച്ച പയ്യനാ സാറേ ഇവൻ. രക്ഷപ്പെട്ട് ഓടാൻ നോക്കി. ആ ബസ്സിൽ സ്ഥലമില്ല, ഈ ബസ്സിൽ കയറ്റാന്ന് വിചാരിച്ചു. ഇനി ഓടാ. ഇവനെ കൊണ്ടാ ബസ് കയറ്റ്. കൊണ്ട് കയറ്റാ. പോ പോ. പൈപ്പിനുള്ളിൽ ഒളിപ്പിച്ചത് ഞാനല്ല മുതലാളി. അമ്മ സത്യമായിട്ടും അവർ ഒളിച്ചിരുന്ന് എനിക്ക് അറിയില്ല മുതലാളി. ആരാടാ ഇങ്ങനെ ചെയ്തത്? ആരാടാ? ചേട്ടാ, 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 കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചു. കോട്ടവാസു എങ്ങനെ മനസ്സിലാക്കി വേണം. കൊച്ചുകുട്ടികളെ എവിടെ കൂട്ടിക്കൊണ്ടുപോകണം വേണം. എന്നാൽ കഴിയുന്നവരെ രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചു. പക്ഷെ അവൻ കണ്ടുപിടിച്ചു. ഈ പ്രശ്നങ്ങളെല്ലാം എന്നോടൊപ്പം തീരട്ടെ. നമ്മുടെ ആൾക്കാരെ എല്ലാം എങ്ങനെയെങ്കിലും രക്ഷിക്കും. ഈ മണ്ണിൽ ജനിച്ച എന്റെ അവസാനത്തെ ശ്വാസം. അവസാനം
ഒറ്റൊരുത്തനെ പോലെ ഇവിടെ വിട്ടേക്കരുത്. സത്യ! അച്ഛാ, വെട്ടടാ. അടിച്ചക്കെ. നിന്റെ അച്ഛന്റെ തലയാണോ വേണ്ടത്? വെട്ടടാ. കോട്ടവാസുവിന്റെ സ്ഥലത്തേക്ക് വന്ന് എന്റെ ആള് കൊച്ചി രാജയെ കൊന്നോടാ. ഇപ്പൊ കൊല്ലടാ. ഇവനാണോ വരുമെന്ന് പറഞ്ഞത്? നിന്റെ കൺമുമ്പിൽ തന്നെ ഇവനെ കൊന്ന് എടുത്തുകൊണ്ടുപോയി എന്റെ ഗോച്ചയുടെ കാൽക്കൽ വെക്കുമെടാ. എന്നെ പറ്റി ചിന്തിക്കണ്ട, ജനങ്ങളെ രക്ഷിക്കണം. കൊല്ലടാ ഇവനെ. കണ്ടോടാ, എന്റെ മകൻ വേണു, അവൻ ജയിക്കൂടാ. കോട്ടവാസു, ഇപ്പൊ അവനെ മനസ്സിലായോടാ? നിനക്ക് മനസ്സിലായില്ലേ? നീ ആണാണെങ്കിൽ തിരിച്ചു കൊടുക്കടാ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോടാ? എത്ര പേരുണ്ടെങ്കിലും വരാൻ പറടാ, വരാൻ പറ. ആര് വന്നാലും അവൻ ഇതേ ഗതിയാടാ. ജീവനോടെ വരുമെന്ന് പറഞ്ഞു, ഞാൻ വന്നു. എന്റെ അച്ഛനെ ജനങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു, ഞാൻ രക്ഷപ്പെടുത്തി. കൊച്ചിയിലെ കോട്ടവാസുവാണ് പോലും. കോട്ടവാസു ഇപ്പോഴെന്റെ കാൽ കീഴിലാടാ. എന്നോട് ആണാണെന്ന് ചോദിച്ചില്ലേ? ഞാൻ ആണ് തന്നെയാടാ. എന്റെ മുമ്പിൽ നീ ഇപ്പോഴൊരു ശവം. ഇനിയൊരു കോട്ടവാസുവിനോ ഗോച്ചയ്ക്കോ വാലും മുളച്ച അറുത്തുകളയും ഞാൻ. പറഞ്ഞ പോലെ ഉള്ളിൽ കടന്ന് ചങ്ങലകളെല്ലാം പേദിച്ച് അത്രയും ജനങ്ങളെ രക്ഷിച്ചെന്ന് വിചാരിച്ചോ? ഒരുത്തനെയും രക്ഷിക്കാൻ കഴിയില്ല. പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് കുത്തിയിട്ടുണ്ട്, മുദ്ര കുത്തിയിട്ടുണ്ട്, നക്സലൈറ്റെന്ന്. കൊച്ചി രാജയെ അടിച്ചപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചു, നിന്റെ അച്ഛനെ നക്സലൈറ്റ് എന്ന് പറഞ്ഞാടാ പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ അടച്ചത്. 5 നിമിഷത്തിനുള്ളിൽ ഇരുന്നിടത്തിരുന്ന് ഞാൻ എല്ലാത്തിനും നെറ്റിക്കേറ്റി. തീവ്രവാദികളുടെ തലവൻ പോലീസിന്റെ പിടിയിലായി. പോലീസുകാരെ പറ്റിച്ച ആയുധധാരികളായ തീവ്രവാദികൾ രക്ഷപ്പെട്ടു. എങ്ങനെ? നക്സലൈറ്റുകൾക്ക് എൻക്വയറി ഒന്നും ഉണ്ടാവില്ല. സ്ട്രെയിറ്റ് എൻകൗണ്ടറാ. നമ്മുടെ സ്വന്തം ആളാ. ഹലോ ഇൻസ്പെക്ടർ. ഷൂട്ടിംഗ് ഓർഡർ വാങ്ങി സാർ. ആരെന്ത് പറഞ്ഞാലും കേൾക്കണ്ട, കൊന്നു തള്ളിയേക്ക്. ഓക്കെ സാർ. ഓരോരുത്തർ ചാവുന്ന ശബ്ദം കേൾക്കണടാ. കേൾക്ക്. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്തിനാ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നേ? ഞങ്ങളെ ഇങ്ങ് വിട്ടേര്. ഞങ്ങള് നിങ്ങളുടെ നാട്ടിലേക്ക് എന്റെ അച്ഛനാടാ. എന്തെങ്കിലും പണി ചെയ്ത് ജനങ്ങളെ ജീവിച്ചോളാം. ഒന്നും ചെയ്യലെന്ന് പറടാ. ഹലോ, കുട്ടികളുണ്ട് കൂടെ. ഹലോ ഹലോ ഹലോ. ഇങ്ങനെയൊക്കെ കരയൊന്നും എന്റെ അച്ഛനെ വിട്ടുതാടാ, ജനങ്ങളെ വിട്ടുതാടാന്നൊക്കെ പാട്ട് പാടുന്നു വിചാരിച്ചോ? ഏയ് ഗോച്ച, പോയത് എന്റെ ആളുകളല്ലടാ, നിന്റെ ആളുകളാ. ഞങ്ങളെല്ലാം കൂടി ഇപ്പൊ നിങ്ങൾ എവിടോട്ടായി കൊണ്ടുപോകുന്നേ? നീ കേടിയാണെങ്കിലേ ഞാൻ ജില്ല കേടിയാടാ. നീ ഇങ്ങനെ ഒരു തരികട പണി കാണിക്കുന്ന എനിക്ക് നന്നായി അറിയായിരുന്നു. നീ മുദ്ര കുത്തി എന്ന് പറഞ്ഞല്ലോ, ഞാനത് മാറ്റി കുത്തി. ബസ്സിലൊരു പ്രധാനപ്പെട്ട വിരുന്നുകാരനുണ്ട്. ആരാണെന്നറിയോ?
വേഗം പോയി അവരെ പിടിക്കേ. കേൾക്ക്. അവരെ പിടിക്കേ. എല്ലാരും പിടിച്ചോണ്ട് വന്നിട്ട് അവന്മാർ ഓടുന്നു സാർ. ഏയ് നീ ആരാടാ? ഞാനാ സാർ കോട്ടവാസുവിന്റെ അനിയൻ. സാറിന്റെ നീ എനിക്കറിയില്ലടാ. സാർ ഗോച്ചയുടെ അളിയനാ ഞാൻ. ഈ മോന്ത കണ്ടിട്ട് ഗോച്ച പെങ്ങളെ തരുമോടാ? സാർ ഗോച്ച പറഞ്ഞില്ല സാർ. അളിയാ അളിയാ അത് രക്തം മാത്രം കണ്ട കോടാലിയ. ഇത് കുറെ ജോലി ചെയ്തതാ. ഇതുകൊണ്ട് വെട്ടിയാ എങ്ങനെ ഇരിക്കും അറിയാവോ? ധൈര്യം കൊണ്ട് വെട്ടടാ, വെട്ടടാ. എന്റെ അളിയനെ കൊല്ലടാ, ഇവന്മാരെ കൊല്ലടാ, കൊല്ല്, വേഗം കൊല്ലടാ. ഇതൊന്നും നിന്റെ പോലീസ് അല്ലടാ, ശരിയായ പോലീസ്. അടിയും കൊണ്ട് ഇവിടെ ഇരുന്ന നിനക്ക് ഇത്രയും കഴിയുമെങ്കിൽ അടിച്ച് എനിക്ക് എന്തെല്ലാം കഴിയോടാ. അന്ന് നിന്റെ ലാപ്ടോപ്പ് കണ്ടപ്പോഴേ വെച്ചടാ പാര. അന്ന് തന്നെ അയച്ചു എല്ലാം നെറ്റില്. അതാ വലിയ വലിയ ഓഫീസേഴ്സ് എല്ലാം വന്നിരിക്കുന്നു. സാർ ഇവനാണ് ഇതെല്ലാം ചെയ്തത്. അതിനോ നമ്മൾ അവിടെ തന്നെ ഇരുന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കും. കോടതിയിലേക്ക് എല്ലാം നാളെ തന്നെ എത്തിക്ക്. എല്ലാം എൻക്വയറിക്ക് വിടാം. പോയി നിങ്ങളുടെ ജോലി. നിങ്ങളുടെ മകൻ കമ്പ്യൂട്ടർ മുഖേന എല്ലാം അറിയിച്ചുകൊണ്ടാ ഇത്രയും വലിയ ഫ്രോഡിനെ ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞത്. ഇവൻ നല്ലത് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് അഭിമാനിക്കാം. ഗ്രേറ്റ് ജോബ്. ഐ റിയലി അപ്രീഷിയേറ്റ് യു. Come on boys, search the place. ചെയ്തവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ശിക്ഷയും വാങ്ങിക്കൊടുത്തു. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് സഹായിയായിരുന്ന വേണു അധികാരികളാൽ ബഹുമാനിക്കപ്പെട്ടു. അതിനാൽ അവൻ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമയുകയും അവനെ കുറ്റവിമുക്തനാക്കി. നിന്നെ പോലൊരു മകന് പിതാവ് കുടപിടിക്കുന്നതിൽ തെറ്റില്ലടാ. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ജന്മം തന്നു ഞാനായിരിക്കാം, എന്നാൽ നീ പറഞ്ഞത് ഈ ജനങ്ങൾക്ക് വേണ്ടിയാ.